2025 ബ്ലാക്ക് ഫ്രൈഡേക്കുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ നവംബർ 28 ആ ദിവസം. ബ്ലാക്ക് ഫ്രൈഡേ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഷോപ്പിംഗ് ഡേ അല്ല, മറിച്ച് ഇത് ആഗോള വ്യാപകമായി കാണുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ്. ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട് ഈ പദം എങ്ങനെ വന്നുവെന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയത് 1950-60 കാലഘട്ടത്തിലേക്കാണ്. താങ്ക്സ്ഗിവിംഗ് ദിനത്തിന് ശേഷമുള്ള ദിവസത്തെ വിശേഷിപ്പിക്കാൻ ഫിലാഡൽഫിയ പോലീസ് ആണ് ആദ്യമായി ബ്ലാക്ക് ഫ്രൈഡേ എന്ന വാക്ക് ഉപയോഗിച്ചത്. അവധിക്കാല ഷോപ്പിങ്ങിനും ആർമി നേവി ഫുട്ബോൾ കളികൾക്കായി വിദൂര ദേശങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് വരുന്നവരും പുറമേ നിന്നെത്തുന്ന വിനോദസഞ്ചാരികളും മൂലമുണ്ടാകുന്ന വലിയ ഗതാഗതക്കുരുക്കിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചതാണ് ബ്ലാക്ക് ഫ്രൈഡേ എന്ന പദം. 1980-കളിൽ ഈ പദം അമേരിക്കയിലുടനീളം വ്യാപിച്ചു. അവധിക്കാല ഷോപ്പിംഗ് സീസണിന്റെ ആരംഭത്തെ സൂചിപ്പിക്കാൻ പിന്നീട് ചില്ലറ വ്യാപാരികൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ബ്ലാക്ക് ഫ്രൈഡേ ഇന്ന് ഒരു ആഗോള ഷോപ്പിംഗ് ഈവന്റ് ആണ്. പ്രധാന പ്രമോഷണൽ വിൽപ്പനകൾക്ക് ഈ പദം ഉപയോഗിച്ചു വരുന്നു.